അത് അങ്ങനെ ബോഡി ക്രിസ്ത്യൻ ആചാരപ്രകാരമല്ലാത്ത രീതിയിലാണ് കല്ലറ തുറന്നപ്പോൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ രണ്ടാമത് അടക്കുമ്പോൾ ആ കല്ലറ ആദ്യത്തെ കല്ലറയുള്ള ബോഡി മണലോ അതുപോലെ അറക്കപ്പൊടിയോ ഇട്ട് ലെവൽ ചെയ്ത് അതിന് മുകളിൽ വെള്ളത്തുണി വിരിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ ആളെ അടക്കുക. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല കണ്ടത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് സംശയമുണ്ടായത്. ഇപ്പോൾ ഒരു സംശയം ഏതാണ്ടൊന്നും മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അങ്ങനെ പറയുന്നത് കേട്ടു. ആ രണ്ടുപേരുടെ മൃതശരീരം മാത്രമല്ല ബോഡി മാത്രമേ അതിനകത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ ആശ്വാസകരമാണ്. അതായത് മറിയാമ്മയുടെയും പിന്നീട് വന്ന് ജെയിംസ് ചേട്ടനെ ഉള്ളൂ എന്നാണ് ഇപ്പം ഔദ്യോഗികമായി അറിയിച്ചില്ലെങ്കിൽ പോലും അങ്ങനെയാണ് കേൾക്കുന്ന വിവരങ്ങൾ. ഈ ജെയിംസ് എങ്ങനെ മരിച്ച ആളായിരുന്നു ഓർക്കുന്നുണ്ട്? ജെയിംസ് വീട്ടിൽ നിന്നാണ് മരിക്കുന്നത്. അതുകൊണ്ട് സംശയം ആരോ പറഞ്ഞതിന്റെ പേരിൽ പുള്ളിയെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു. അറ്റാക്കായിട്ട് മരിച്ച ആളാണ്. അപ്പം വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു മരിച്ചത്. അങ്ങനെ അതുകൊണ്ടാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട വന്നതെന്നാണ് പറഞ്ഞറിഞ്ഞത്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അടിയിൽ ഈ പ്ലാസ്റ്റിക് ബാഗ് ഇട്ടിട്ടുണ്ടാവാം. അതായിരിക്കാം പ്ലാസ്റ്റിക് ബാഗ് കണ്ടതെന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ ഒരു ആശങ്ക ഏതാണ്ടൊന്ന് അല്ലെ, നിങ്ങൾ അത് ഒരു മൂന്നാമത്തെ ആൾ ആരാണ് എന്നൊരു സംശയം. അങ്ങനെ അത് ഈ കല്ലറയിൽ ആളുടെ ബോഡിയോ ഉണ്ടെങ്കിൽ അത് വലിയൊരു വിഷയമായിരുന്നു. അതില്ലാത്തത് ഈ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാർക്കും വളരെ ആശങ്ക പരിഹരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, ഈ സിജോ സ്കറിയ എവിടെ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. ഇനി പോലീസും ക്രൈംബ്രാഞ്ചും കണ്ടെത്തണം. സിജോയെ കണ്ടെത്തേണ്ടത് അവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അത് കണ്ടെത്തേണ്ടത് അതിന്റെ അന്വേഷണം വളരെ നല്ല രീതിയിൽ നടക്കണം. അങ്ങനെ സിജോയെ കണ്ടെത്താനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. നിങ്ങൾക്കൊക്കെ അറിയാം, സിജോയെ അറിയാമായിരുന്നു? സിജോ ഇവിടെ പല പ്രാവശ്യം വരികയും ഈ നാട്ടിൽ കുറെ നാൾ ഉണ്ടാകുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെ കണ്ടുപരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഇവിടെ ഉള്ള ആളാണ് അല്ലേ? ആ ഭാര്യ ഇവിടെയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അല്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതൊരു പുതിയൊരു അന്വേഷണം. ബോഡിയെ ഇല്ലല്ലോ, സിജോയുടെ ബോഡിയെ അല്ല. സിജോയെ മരിച്ചോന്ന് ആർക്കും അറിയത്തില്ല. സിജോ തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയി അവിടെയോ അല്ലെങ്കിൽ പുള്ളി അതിന് മുമ്പ് വിദേശത്തൊക്കെ പോയിരുന്ന ആളാണ്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ, ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവോ. അങ്ങനെ സിജോയെ കണ്ടെത്തേണ്ടത് അവരുടെ കുടുംബക്കാരെ സംബന്ധിച്ചും അവരുടെ അച്ഛൻ്റെയും അമ്മയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കണ്ടെത്താനുള്ള നടപടി ഉണ്ടാവണം. അതൊരു കൗതുകരം കൂടിയാണല്ലോ. അദ്ദേഹത്തിന് കാണാതായത് 2020 അടുത്താണ് കുടുംബം ശ്രദ്ധിക്കപ്പെടുന്നത്. 2021 പരാതി നൽകുന്നു. പിന്നീട് ഇതുവരെ ഒരു അനക്കം ഉണ്ടായില്ല. ഇവിടെ ഇപ്പോൾ ഈ ഒരു പൊതിക്കെട്ട് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാര്യം ബന്ധുക്കൾ പോലും ഓർക്കുന്നതെന്നാണ് വളരെ. അതിനെക്കുറിച്ച് പറയുമ്പോൾ ചില പുള്ളിയുടെ സ്വഭാവ രീതി അനുസരിച്ച് പുള്ളി മദ്യപാനിയായിരുന്നെന്നും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളായിരുന്നെന്നും അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങനെ പല സമയങ്ങളും മാറി നിൽക്കാറുണ്ടെന്നുള്ളത് കൊണ്ടാണ് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും, പുള്ളി സ്വസ്ഥമായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓരോ കുടുംബമാണല്ലോ ഓരോരുത്തർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പുള്ളിക്ക് അത്ര പ്രാധാന്യം കുടുംബക്കാർ കൊടുത്തിട്ടില്ല. ഇപ്പം ഇങ്ങനെ വന്നപ്പം അതാണോ എന്നൊരു സംശയം ദൂരീകരിക്കാനുള്ള ശ്രമം നടത്തിയെന്നേ ഉള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ആശ്വാസമാണ്? നമുക്ക് നാട്ടുകാരെ സംബന്ധിച്ച് മൊത്തം ആശ്വാസമാണ്. എങ്ങനെയുണ്ട് പള്ളിയെ ചുറ്റിപ്പറ്റി ഒരു ദുരൂഹത? ഒരു കുറച്ച് ദൂരത്തേക്ക് ഇത് അറിഞ്ഞുകൊണ്ട് വന്ന എന്താണ് നിങ്ങളൊക്കെ വിചാരിച്ചത്? എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോഡിയും കൂടെ ഉണ്ടെന്നുള്ളൊരു കാരണമല്ല വന്നത്. അപ്പൊ ആ ബോഡി ആരുടെയാണ് എന്താണ് അല്ലെ എന്താണെന്ന് അറിയാനായിട്ട്. എങ്ങനെയാണ് ഇവിടെ ഉള്ള ആളാണോ അതോ? അല്ല, ഞങ്ങൾ ഒന്നിച്ച് വന്നേരം. ഇത് വാർത്തകളൊക്കെ എങ്ങനെ? വാർത്തകൾ അറിഞ്ഞിട്ട് വന്നാണ്. വന്നപ്പോ ഇപ്രാവശ്യം ദുരൂഹതയൊക്കെ നീങ്ങിയ മട്ടാണുള്ളത്. ഇനിയിപ്പം ബാക്കി ചോദ്യം അവശേഷിക്കുകയാണല്ലോ. സിജോ എവിടെ എന്നുള്ളത് ഇനിയിപ്പോ ആ വഴിക്ക് നീങ്ങട്ടെ അന്വേഷണം. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, ഇതൊരു നിമിത്തമായിരിക്കും സിജോയെ തരാൻ വേണ്ടിയുള്ള. സത്യം എന്നാലും മറന്നേക്ക് പുറത്ത് വരുമല്ലോ. അപ്പൊ അതിന് മുന്നോടിയായിരിക്കാം. നിങ്ങളൊക്കെ ഇവിടെ ഉള്ള അല്ല, നമ്മളിത് കേട്ടറിഞ്ഞു വന്നതാ. കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. നമുക്ക് എന്തായാലും നാട്ടുകാരിലേക്ക് തന്നെ പോകാം. ഈ ഒരു വലിയ ആശങ്ക ചൂഴ്ന്ന് നിന്നിരുന്നു. ഒരു ആശങ്ക മാറിയോ നിങ്ങൾക്കൊക്കെ? അതോ ആശങ്ക മാറിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2005 അടക്കിയ അമ്മച്ചിയുടെ ബോഡിയാണ്, ആ പായാണെന്നാണ് ഇപ്പം നമുക്കറിയാൻ കഴിഞ്ഞത്. അന്നേരം ആ അമ്മച്ചിനെയാണ് ആദ്യം അടക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് 2015 ജെയിംസ് കൂമ്പക്കല്ല അടക്കിയത്. ഇതിപ്പം അതിൻ്റെ 2015 അടക്കിയതിൻ്റെ മുകളിലാണ് ഈ 2005 അടക്കിയ പായോടുകൂടിയുള്ള മൃതദേഹം വന്നിരിക്കുന്നത്. അതിലൊരു സംശയമുണ്ട്, അതെങ്ങനെ അങ്ങനെ വന്നു. ഇനിയിപ്പോൾ അറക്കപ്പൊടി ഇട്ടിട്ടാണ് ആദ്യം അടക്കിയവരുടെ അറക്കപ്പൊടി ഇട്ട് ലെവൽ ചെയ്തിട്ടാണ് 2015 അടക്കിയെന്ന് പറയുന്നു. അന്നേരം അറക്കപ്പൊടി ഇരുന്ന് പോകുമ്പോൾ ഈ പെട്ടിക്ക് വെയിറ്റ് ഉണ്ടാകുമ്പോൾ ഇരിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് ഇനി സൈഡിൽ നിന്ന് ഇരുന്നിട്ട് ഈ താഴെ കിടക്കുന്നത് മുകളിലോട്ട് എങ്ങനെ വരുന്നു എന്നുള്ളൊരു സംശയം നമുക്ക് നിലവില്ല. സാധാരണ എല്ലാവരുടെയൊക്കെ പോലെ നമുക്കൊരു സംശയം അങ്ങനെ വരുന്നു. അതായത് ഈ പായ ഉണ്ടായിരുന്നത് ആദ്യം അടക്കിയ മറിയാമ്മ എന്ന് പറയുന്ന അമ്മയുടെ ആയിരുന്നു. ഈ രണ്ടാമത് അടക്കിയ പെട്ടി, രണ്ടാമത് അടക്കിയതാണ് പെട്ടി എന്ന് പറയുന്നത് 2015. അതിനിപ്പം അവര് DNA ടെസ്റ്റിന് എന്തായാലും എടുക്കൂല്ലോ, ഫോറൻസിക് എടുക്കും. അന്നേരം വേറെ ഒന്നുമില്ല, ഈ 2 ബോഡി ഉള്ളെങ്കിൽ നമുക്കത് കൺഫേം തന്നെയാണ്, അത് സ്ഥിരീകരിക്കാം.
ഇതിപ്പോ മൂന്നാമതൊരു അസ്ഥികഷ്ണങ്ങളൊന്നും ഇല്ലെന്ന് കരുതാം. അങ്ങനെ കാണരുതെന്നാണ് നമ്മുടെ വിശ്വാസം. മൂന്നാമത് ഇല്ലെന്നാണ്. അല്ല അതാ ഞാൻ ചോദിച്ചേ, അവിടെ നമുക്ക് 100% കരുതാൻ പറ്റില്ല. ഇല്ല, അത് DNA ടെസ്റ്റ് നടത്തിയാലേ നമുക്കത് അറിയത്തുള്ളൂ. ഇതിപ്പം അവര് ടെസ്റ്റിന് എടുക്കൂലോ. ഇതിപ്പോ ഈ പ്ലാസ്റ്റിക് പായയുടെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നതുകൊണ്ട് വേറെ ഇല്ലെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പറ്റില്ല. അത് ടെസ്റ്റ് വരണം, DNA ടെസ്റ്റിന്റെ റിപ്പോർട്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റൂ. രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു വെച്ചതല്ലേ, അപ്പൊ അതില് പ്ലാസ്റ്റിക് പായ കരുതാൻ കഴിയില്ലേ? അത് 2015. അതല്ല എന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. 2005 ബോഡിയാണ് ആ പ്ലാസ്റ്റിക് പായെന്ന് പറയുന്നത്. അന്നേരം അങ്ങനെ അതുകൊണ്ട് ഒരു സംശയമാണ്. 2005 കഴിഞ്ഞിട്ടാണ് 2015 അടക്കിയത്. അന്നേരം 2005 എങ്ങനെ മോളി വന്നു? അപ്പോഴും ഈ സിജോ എവിടെയെന്നുള്ള ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. അല്ല, അത് മിസ്സിംഗ് കേസ് ആണല്ലോ, അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. ഇപ്പൊ മിസ്സിംഗ് കേസ് വന്നപ്പോ ഇവിടെ ഇങ്ങനെ ഒരു മൂന്നാമത് മൃതദേഹം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അതാണോ എന്ന് സംശയിച്ചിട്ടാണ്. അതിന് വ്യക്തത വരുത്താനാണ് ഇന്ന് നമ്മൾ തന്നെ ആവശ്യപ്പെട്ടു. ആദ്യം തൊട്ട് പറയുന്നതാണ്, കല്ലറ തുറന്ന് തന്നെ ഇത് പരിശോധിക്കണം, അങ്ങനെ ദുരൂഹത വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞ് നമുക്കത് വ്യക്തത വരുത്തണം. ഇനിയിപ്പോൾ ഇങ്ങനെ വന്നു 2 ബോഡി ഉണ്ടായിരുന്നുള്ളെന്ന് ഇപ്പം നമുക്കറിയാൻ സാധിച്ചു. എന്നാൽ എങ്കിൽ പോലും ഇത് എടുത്ത് DNA ടെസ്റ്റ് എടുത്ത് അതിന്റെ റിസൾട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊക്കെ സിജോയെ അറിയാവുന്നതാണ്, കണ്ടിട്ടുണ്ടോ ഇവിടെ? ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ കുറെ വർഷമായി അയാളുടെ ഒരു തിരോധാനം ചർച്ച ചെയ്ത് ഇപ്പോഴാണ്. അത് നമുക്കുള്ള കേട്ടുകേൾവേ ഉള്ളൂ. നമുക്കതിനെ കുറിച്ച് അവര് മിസ്സിംഗ് ആണെന്നുള്ളതേ അറിയത്തുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ചേട്ടാ, കുറച്ച് ദിവസമായിട്ടൊരു ഒരു സംശയം മുന്നിലായിരുന്നു, എന്താണ് സംഭവിക്കുന്നതെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതിനകത്തൊരു വല്ലാത്തൊരു ദുരൂഹത തോന്നിക്കുന്നുണ്ട്, അത്രമാത്രമേ നമ്മുടെ ഉള്ളൂ. അത് തെളിയിക്കുന്ന പോലീസാണ്. പക്ഷെ പോലീസിന് അല്ല, ഇപ്പോഴും ദുരൂഹത തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം 2005 ബോഡി 2015 മണ്ടയ്ക്ക് ഉൾട്ടാ വരികയല്ല. അത് അവര് പരസ്പരം മറിഞ്ഞിരിക്കണം. ഈ ബോഡികൾ അല്ലേ 2015 അടിയിലേക്ക് പോകും, 2005 6 മേലോട്ട് വരും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകും. അല്ല, പക്ഷെ അതിനകത്തൊരു വേറെ പ്രശ്നം, ഈ പെട്ടിയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തില്ല. ഈ രണ്ടാമത് ബോഡിയുടെ നേരത്ത് നീക്കി കാണുമല്ലോ. കളയില്ല, ഈ മണലും അറക്കപ്പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ. അമർത്തി കാൽകൊണ്ടോ പെട്ടിയുടെ അവശിഷ്ടങ്ങൾ മാറ്റില്ല അല്ലെ? അതിനകത്തൊരു മണലും അറക്കപ്പൊടി അതിൽ തന്നെ അത് ഒരു കാരണവശാലും മാറ്റത്തില്ല. പിന്നെ ഇതിന്റെ പ്രതിഭാസം നമുക്ക് ഇതിനകത്ത് സംശയാസ്പദമായിട്ട്, അങ്ങനെയാണെങ്കിൽ വേറെ കല്ലറ തുറന്നപ്പോഴും ഇതിനു മുന്നേ അടക്കം ചെയ്തവരുടെ ബോഡി ഇതുപോലെ മോളിൽ പൊന്തി വരേണ്ടതല്ലേ? അത് ഇതുപോലെ അത് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. സാധാരണ നമ്മൾ വേറൊരാളെ അടക്കാൻ ചെല്ലുമ്പോൾ നിലവിൽ ഒരു പെട്ടി ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ 2 വന്ന എന്തുകൊണ്ട്? അത് പായാണ് കണ്ടത്, അതുകൊണ്ടാണ് നമുക്ക് സംശയം തോന്നിയത്. അതായത് സാധാരണഗതിയിൽ വരേണ്ടത് ആദ്യം ഒരു ബോഡി 2006 അടക്കുന്നു, അത് പിന്നീട് ലെവൽ ചെയ്ത് അറക്കപ്പൊടി മണലൊക്കെ ഇട്ട ശേഷം അതിന്റെ മുകളിലാണ് രണ്ടാമത്തെ അടക്കം ചെയ്തത്. അപ്പോൾ ന്യായമായും ഒരെണ്ണം മാത്രമേ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ രണ്ടാമത് ഈ പായും ഈ സംഭവം വന്നപ്പോ അതും പാ തന്നെയല്ല നമ്മൾ അതിനകത്ത് കാണുന്നത്. അതിനകത്ത് ഒരു റിബൺ പോലെ ഒരു സംഭവം വെച്ച് നമ്മള് ശരിക്കും നമ്മള് ബോഡി അടക്കം ചെയ്യുമ്പോൾ ബോഡി ഇറക്കുന്നതിന് മുന്നേ ഇതുപോലെ പെട്ടി ടൈറ്റ് ചെയ്യും, 2 ഇത് വെച്ചിട്ട് പെട്ടി കെട്ടുന്നേ, അല്ലാതെ നമ്മള് ഒരു ബോഡിയല്ല കെട്ടുന്നത്. അതാണ് നമുക്ക് സംശയം തോന്നാൻ കാരണം. പിന്നെ പാ ഒരു കാരണവശാലും നമ്മൾ ക്രിസ്ത്യൻസ് യൂസ് ചെയ്യാറില്ല നമ്മുടെ ഒരു ആചാരപ്രകാരം. ഇത് ഏത് ബൈ ചാൻസിൽ അന്ന് ആരടക്കി, അന്നേരം ഇത് ഈ അടക്കം ചെയ്ത് അതൊന്നും ആരും ഓർത്തിരിക്കുന്നുണ്ടാവുകയില്ല. എങ്ങനെയാണെങ്കിലും അന്ന് എല്ലാവരും ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഒരു ബോഡി കൊണ്ടുപോയി അടക്കം ചെയ്യുമ്പം അവരവരുടേതായ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇതിങ്ങനെ നമ്മുടെ ഈ നാട്ടിൽ ഇതിങ്ങനെ ഒരു സംശയാസ്പദമായിട്ട് ഈ 2 സംഭവം വന്നുകൊണ്ടാണ് നമുക്കതൊരു സംശയം തോന്നിയത്. അതാണ് അതിന്റെ മെയിനായ വിഷയം തന്നെ. ഇപ്പോഴും പെട്ടിക്കടിയിൽ ഈ പായ എങ്ങനെ വന്നു, അല്ലെ ആര് വെച്ചു എന്നുള്ളത് ഇത് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ അടിയിൽ പായൊക്കെ വെച്ച് വെക്കാറില്ലേ? പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി അല്ലെന്നാണല്ലോ ഇത് പറയുന്നത്. രണ്ടാമത്തെ ജെയിംസിയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. ആദ്യത്തെ മറിയാമ്മ അച്ചിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അത് ഒരു കറുത്ത പെട്ടിക്കുള്ളിലാണ് അത് അടക്കം ചെയ്തേക്കുന്നത്. അത് ഞാൻ അതിന്റെ ഫോട്ടോ അടക്കം കണ്ടതാണ്. അതിനകത്ത് പായ ഉണ്ടോ ഇല്ലയോന്ന് അവര് വെച്ചോ ഇല്ലയോന്ന് അവർക്കേ അറിയത്തുള്ളൂ, നമുക്കത് അറിയത്തില്ല. എങ്ങനെയാണേലും ഞാൻ ചോദിക്കുന്നു, ഇത്ര 2006 അടക്കിയ പെട്ടി ഒരു ശവസംസ്കാര ചടങ്ങിന്റെ സംഭവത്തില് ഇത്രയും വർഷമായിട്ടും അവിടെ പായ എങ്ങനെ ഉയർത്തു വന്നു? അതാണ് നമ്മുടെ സംശയം. ഇത്രയും കാലമായിട്ട് അത് അറ്റുപോയില്ലേ? അതും അറക്കപ്പൊടി ഇട്ട് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞത് പിന്നെ എങ്ങനെ പായ ഉയർത്തെഴുന്നേറ്റ് വരുന്നു? അതാണ് നമ്മൾ പെട്ടിയാണ് മേലെ കെട്ടുക, പെട്ടിയുടെ മേലെ ഈ അകത്തേക്ക് ഒരു കാരണവശാലും വരേണ്ട സാഹചര്യം അതിങ്ങനെ ക്രഷ് ചെയ്തു. അങ്ങനെ വന്നിടത്ത് ഈ അമ്മച്ചിയുടെ ഇതാന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മുടെ മുൻ മെമ്പർ സെലീന പറഞ്ഞതുപോലെ അത് DNA ടെസ്റ്റ് അത് തീരുമാനം എടുക്കട്ടെ. അത് എങ്ങനെയാന്ന് നമുക്ക് അന്നേരം കാത്തിരുന്ന്, അല്ലാതെ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ 2 ഇതിന്റെയും ബന്ധുക്കളുണ്ട്, അവരുടെ പരിശോധിക്കട്ടെ. അവരുടെ പരിശോധിക്കട്ടെ. നമുക്ക് അന്നേരത്തെ കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്കിത് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇവരിങ്ങനെ
സംശയം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ട്? സംശയമുണ്ട്, എനിക്കിപ്പോഴും സംശയമുണ്ട്. ചേട്ടാ എങ്ങനെയാ, സംശയമുണ്ടോ ഇപ്പോഴും? ഇത് DNA ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് പറഞ്ഞ കേട്ട സ്ഥിതിക്ക് നമുക്ക് ഇതിനകത്ത് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സാധാരണ നിങ്ങളൊക്കെ അടക്കലൊക്കെ പങ്കെടുക്കുന്നതാണ് അല്ലേ? ഇല്ല, ഞാനിവിടെ ഒരു അടക്കിനെ വന്നിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു കല്യാണ മണ്ഡപത്തിന് കല്യാണത്തിന് 2 വരവ് വന്നിട്ടുണ്ട്. എവിടെ വീട്? എവിടെ? നമ്മളെ വാണിപ്പാറ തന്നെ. ഇതിപ്പോ പള്ളിയിലൊക്കെ ഇങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലേ? ഇതിപ്പോ ഈ വിവരം അറിഞ്ഞതുകൊണ്ട് നമ്മളൊക്കെ നാട്ടുകാരാണല്ലോ, നാട്ടുകാരായതിന്റെ പേരിൽ നമുക്ക് ഞാൻ ഇടവക്കാരനല്ല, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. കാണാൻ വേണ്ടി വന്നു. ആനപ്പന്തി. ഇതിപ്പോ നിങ്ങൾ ഈ വാർത്തകളൊക്കെ കണ്ടപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷൻ ആയി കാണും. അതുകൊണ്ടൊന്നും അറിയാവുന്ന സംഭവിക്കുന്നത് ഇപ്പൊ സിജോയുടെ തിരോധാനം പറയുന്നു, 3 മൃതദേഹങ്ങൾ ഒരു കല്ലറയിൽ പറയുന്നു. അതിനു വേണ്ടി മാത്രം ഒന്നും വന്നേ ഉള്ളൂ, അതൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ഇവിടെ ഉള്ളവരാണോ? നമ്മൾ അടുത്ത ഇടവക്കാരൻ. അടുത്ത ഇടവക്കാരാ? അപ്പൊ ഈ ഇടവകയിൽ ഇങ്ങനെ നടക്കുന്നതാണ് കണ്ടപ്പോ അത് എങ്ങനെ അതിന്റെ വ്യത്യാസം അറിയാൻ വേണ്ടി ഒരു ക്ലാരിറ്റി വന്നോ? ഇപ്പൊ അതോ ക്ലാരിറ്റി വന്നിട്ട് ഇവര് പറഞ്ഞ പോലെ ക്ലാരിറ്റി വരാൻ സാധ്യതയില്ല. അടി കിടക്കുന്ന മോള് എങ്ങനെ വന്നു എന്നുള്ളത്, താഴെ കിടക്കുന്ന മൃതദേഹത്തിന്റെ പായ എങ്ങനെ മോള് വന്നു എന്നുള്ളത് പറഞ്ഞത് തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇളക്കിയോ എന്നുള്ളതാണ്. 2015 തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോഴും ആളുകൾക്കൊരു ആശങ്ക നിൽക്കുന്നത് ഇവിടെ ഉള്ള ആളായിട്ടാ ഈ ഇവിടൊക്കെ ഇങ്ങനെ സംസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കല്ലറ വരുമ്പോൾ അടക്കുമ്പോൾ ലെവൽ ചെയ്തിട്ടാണ് സാധാരണ അടുത്ത കല്ലറ അടക്കാൻ വേറെ പെട്ടി ഉണ്ടെങ്കിൽ ആ പെട്ടി പൊടിച്ച് അടിയിട്ട് പിന്നെ അറക്കപ്പൊടി ഇട്ട് ലെവലാക്കി തുണിയിട്ടിട്ടാണ് അടുത്ത പൊടി പിന്നെ അടക്കാം. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇത് 2006 5-ലും 15-ലും. അപ്പൊ ഈ പായ എങ്ങനെ വന്നു എന്നുള്ളതാണ് അതിനകത്ത്. പായ എങ്ങനെ മോളി വന്നു വന്നുള്ളത് അങ്ങനെ വരികയായിരുന്നു. അതാണുള്ള ഇപ്പൊ എല്ലാവർക്കും സംശയം വന്നു, 3ാമതൊരു ബോഡി ആയിരിക്കും എന്ന് വിചാരിച്ച് പാ വന്നതാണ് വിഷയം. അപ്പം അന്ന് അടക്കി ഇപ്പൊ 10-20 വർഷത്തോളം ആയില്ലോ. അന്ന് അടക്കി പായ് അത് പുറമെ ഒരു പാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രെയിം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെട്ടും പായും തമ്മിൽ ഏകദേശം ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് അന്ന് അടക്കിയത് എങ്ങനെയാണ്, പിന്നെ അടക്കിയതല്ലേ 2015 ആ ബോഡി എങ്ങനെയാണ് അടുത്ത ബോഡി വെക്കാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല കൃത്യമായിട്ട്. അത് ഒതുക്കിയത് എങ്ങനെയാണോ സൈഡിലോട്ട് മാറ്റി ഇടുക ഒന്നും നമുക്കറിയത്തില്ല. പിന്നെ അതിന് മുകളിലോട്ട് അരക്കപ്പൊടി ഇട്ടിട്ട് അതിന് മുകളിൽ വെള്ള തുണിയാണ് സാധാരണ വിരിച്ചിട്ടേക്കുന്നത്. ഇപ്പൊ സംഭവിച്ചേക്കെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ മറ്റേ ബോഡി വന്നുകൊണ്ടാണ് ഒരു സംശയം വന്നത്. പിന്നെ അതുമല്ല അതിന്റെ കൂടെ പായ് വന്നുകൊണ്ടാണ് എല്ലാവർക്കും ഒരു സംശയം വന്നത്. അടക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മൃതദേഹത്തിന് കൂടെ ഉണ്ടാവില്ല, വളരെ പവിത്രമായിട്ടൊക്കെയാണ്. നമ്മൾ അടക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ നമുക്കറിയില്ല 10-20 വർഷം മുമ്പാണ് ആദ്യത്തെ ബോഡി അടക്കുന്നത്. അപ്പം അന്ന് പാ വെച്ചോ ഈ മോളി വെറുതെ ഒരു പാ ഇട്ടോ ഇല്ലോ എന്ന് നമുക്ക് ഓർമ്മ അറിയത്തില്ല. ഇപ്പൊ അവരുടെ ബന്ധുക്കാർ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയത്തുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.